അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ഇക്കായിരുന്നു കണ്ടോ? എടാ ഒന്ന് ഇട്ടു കൊടുക്ക. ഇംഗ്ലീഷാ? പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചു. എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. വാൾട്ടർ ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കൻ ഐറ്റമാണ്, നമ്മുടെ നാട്ടിൽ ഇറക്കണ. കോസ്റ്റ്യൂം കുസ്തിയാ ഇത് പോയടപ്പ. എടാ കോസ്റ്റ്യൂം കുസ്തിക്ക് നാടകീയത ഉണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. ഞാൻ കോൺഫിഡന്റ് ആണ്. നീ കോൺഫിഡന്റ് ആണ്? നീ കോൺഫിഡന്റ് ആണെങ്കിൽ ഞാനും കോൺഫിഡന്റ് ആവും. അപ്പൊ ഒരു ചാൻസ് ഉണ്ടല്ലേ? സമീപനം പാലിക്ക്. അവനാറാ? ആ അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എന്റെ രൂപം എഴുതേക്കും. കണ്ടു. അത് ബിജോ, ഇളയ ചെക്കനാ. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ? കിടക്ക്, തിമിർത്ത്, കലക്ക്. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അതെന്താണ് സുനാമി? എല്ലാവരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? ആ കണ്ടു. പിന്നെ മൂത്തിരുത്തൻ അവിടെ എങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണി. അത് ഒരവതാരമാ. പടത്തിന്റെ ടീസറിൽ കമ്മിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആ എമ്മിന് ഭയങ്കര തിളക്കുണ്ട്. ആ എം മമ്മൂക്കയാണ്. എന്ന് തിളങ്ങണോലോ, എന്ന് തിളങ്ങൂലേ എനിക്ക് ഇപ്പൊ തന്നെ ധൈര്യമായിട്ട് ഫയലുള്ള കൂളിംഗ് ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെക്കണേ. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. നോക്കിയടാ രോമം എന്നേക്കുന്നത്. നാടാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടതല്ലയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. വരട്ടെ, വരട്ടെ.